രാത്രിയിലെ പാക് പ്രകോപനത്തിന് ശേഷം ശ്രീനഗർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ സാധാരണ നിലയിലേക്ക്. രാത്രി വൈകി പൂഞ്ച് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഷെല്ലിങ്ങും ഡ്രോണോ ആക്രമണമോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിനിടയിൽ കുൽഗാം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ജമ്മുകാശ്മീർ പോലീസിന് കീഴിലുള്ള സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി റെയ്ഡ് നടത്തുകയാണ്. അതേസമയം അമൃത്സറിൽ റെഡ് അലേർട്ട് പിൻവലിച്ചു. എന്നാൽ അമൃത്സർ വിമാനത്താവളത്തിൽ ഉൾപ്പെടെ കനത്ത ജാഗ്രത തുടരുകയാണ്. വിമാനത്താവളത്തിനുള്ളിലെ ഗുരുദ്വാരയിൽ സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുംബൈയിലെ സിദ്ധിവിനായക ക്ഷേത്രത്തിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ വസതിയിൽ 3 സേനാ മേധാവികളുമായി കൂടിക്കാഴ്ച നടക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. നന്ദഗോപനിലേക്ക് പോകുന്നു. നന്ദൻ, ഏറെക്കുറെ ശാന്തമാണ് അന്തരീക്ഷം എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ പാകിസ്ഥാൻ എന്നുള്ള രാജ്യം ഏത് നിമിഷവും ഒരു ചതിയിലേക്ക് നീങ്ങാം എന്നുള്ളത് കഴിഞ്ഞ മണിക്കൂറുകളിൽ തന്നെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ നിതാന്ത ജാഗ്രത പുലർത്തുകയാണ്. രോഹിണി, ഇന്നലെ വൈകുന്നേരം 5 മണി മുതൽ വെടിനിർത്തൽ എന്നുള്ളത് ഇരു രാജ്യങ്ങളുടെയും ഭരണ നേതൃത്വം തമ്മിൽ ധാരണയായിക്കൊണ്ട് 5 മണി മുതൽ അത് പ്രാബല്യത്തിൽ വന്നെങ്കിലും രാത്രി പിന്നീട് ഏതാണ്ട് 5 മണിക്കൂറോളം നേരം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനമുണ്ടായി എന്നുള്ളതാണ് ഈ പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് ഈ വെടിനിർത്തൽ അത് ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരം വാക്കുകൾ ലംഘിച്ചുകൊണ്ട് നമ്മുടെ ഇന്റർനാഷണൽ ബോർഡറിന് സമീപമുള്ള പോസ്റ്റുകളിലേക്ക് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇന്നലെ ആക്രമണമുണ്ടായി. എന്നാൽ BSF കൃത്യമായ രീതിയിലുള്ള പ്രത്യാക്രമണം നടത്തി. അതിനുശേഷം പിന്നീട് സ്ഥിതിഗതികൾ ശാന്തമാണ് എന്നുള്ളതാണ് പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ ഇന്നലെ ജമ്മു കാശ്മീരിലെ ചില ഇന്റർനാഷണൽ ബോർഡറിന് സമീപം ഡ്രോണുകൾ കാണപ്പെട്ടു എന്നതിനപ്പുറത്തേക്ക് രാജ്യത്തിനുള്ളിലേക്ക് ഈ ഡ്രോൺ കടത്തിവിടുവാൻ വേണ്ടി പാകിസ്ഥാന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഇതിന് ശേഷം, അതായത് ഇന്നലെ രാത്രിയിലുണ്ടായ ഈ വെടിനിർത്തൽ അതിന് ശേഷം ഈ ആക്രമണ പ്രത്യാക്രമണത്തിന് ശേഷം ഇപ്പോൾ സ്ഥിതിഗതികൾ വളരെ ശാന്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ജനജീവിതം ഏതാണ്ട് സാധാരണഗതിയിലേക്ക് വരുന്നു. അത് ജമ്മു കാശ്മീരിലെയും അതേപോലെ തന്നെ പഞ്ചാബിലെയും രാജസ്ഥാനിലെയും ഈ 3 സംസ്ഥാനങ്ങളായിരുന്നു പ്രധാനമായും പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടങ്ങളിലേക്കായിരുന്നു ആക്രമണങ്ങൾ കേന്ദ്രീകരിച്ചത്. ഗുജറാത്തും അതിൽ ഉൾപ്പെട്ടിരുന്നു. ഹരിയാനയിലേക്കും ഹരിയാനയുടെ സിൽസറിലേക്ക് പോലും ഈ ഒരു റോക്കറ്റ് അവിടെ വന്ന് പതിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഈ 4 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പാകിസ്ഥാൻ നടത്തിയ നീക്കങ്ങളിൽ ഇപ്പോൾ അയവ് വന്നതുകൊണ്ട് ഈ 4 സംസ്ഥാനങ്ങളിലും ഇപ്പോൾ നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. ഇന്ന് രാവിലെ അമൃത്സറിൽ റെഡ് അലേർട്ട് ഉണ്ടായിരുന്നു. സൈറൻ മുഴങ്ങിയിരുന്നു. എന്നാൽ പിന്നീട് ഏതാണ്ട് 15 മിനിറ്റിന് ശേഷം വീണ്ടും സൈറൻ മുഴക്കി ആ സ്ഥിതിഗതികൾ ശാന്തമാണ് എന്നുള്ള അറിയിപ്പ് ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. മുഴുവൻ മേഖലകളിലും ഇപ്പോൾ ഒരു സാധാരണഗതിയിലേക്ക് വരുന്നു. കടകമ്പോളങ്ങൾ സാധാരണമായി തുറക്കുന്നത് പോലെ തന്നെ തുറന്നു പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. പഞ്ചാബിൽ നിന്നും അതേപോലെ തന്നെ രാജസ്ഥാനിലെ അതിർത്തി ഗ്രാമമായ ജയ്സാൽമീർ അടക്കമുള്ള ഒരു സാധാരണഗതിയിലേക്ക് വരുന്നു. ജമ്മു കാശ്മീരിലും സമാനമാണ് അവസ്ഥ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഷെല്ലാക്രമണം പാകിസ്ഥാൻ റേഞ്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ട് നിരവധി വീടുകൾ രജോരി, പൂഞ്ച് അടക്കമുള്ള മേഖലകളിലും അതേപോലെ തന്നെ ജമ്മു അടക്കമുള്ള സ്ഥലങ്ങളിലും നിരവധി വീടുകൾ തകരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടൊക്കെ ഇപ്പോൾ സാധാരണഗതിയിലാണ്. ഇന്നലെ അത്തരത്തിലുള്ള ഷെൽ ഫയറിങ്ങുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ സമാധാനപരമായി തന്നെ ഉറങ്ങി. ഇന്നിപ്പോൾ രാവിലെ സാധാരണഗതിയിലേക്ക് അവരുടെ ജീവിതം മാറുന്നു എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ നേരത്തെ അവിടെ ജനങ്ങൾക്ക് മേൽ ഉണ്ടായിരുന്ന നിയന്ത്രണം സർക്കാർ പൂർണ്ണമായും എടുത്തുമാറ്റി തൊഴിൽ ചെയ്യുവാനുള്ള അവസരങ്ങളടക്കം വീണ്ടും തുടർന്നും അങ്ങോട്ട് നൽകി എന്നുള്ളതാണ്. ഇപ്പോൾ ഈ അമൃത്സറിലും അതേപോലെ തന്നെ സമാനമായ രീതിയിലുള്ള രാവിലെ അലേർട്ട് ഉണ്ടായിരുന്നെങ്കിലും അവിടെ ഇപ്പോൾ സാധാരണ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതേസമയം രാജ്യത്തെ മുഴുവൻ വിമാനത്താവളങ്ങളും അതേപോലെ തന്ത്രപ്രധാന സ്ഥലങ്ങളിലും സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ്. പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഏത് സമയവും വീണ്ടും ചതി ഭാരതം പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ സൈനിക വിന്യാസം നടത്തിയതിൽ ഒരാളിനെ പോലും തിരിച്ച് അതായത് ഇത്തരമൊരു 5 മണിക്ക് ശേഷം ഉണ്ടായ വെടിനിർത്തലിന് ശേഷം അവിടുന്ന് സൈനിക വിന്യാസം കുറച്ചു എന്നുള്ള തരത്തിലുള്ള പ്രചരണം ഉണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിലല്ല. ആ സൈനിക വിന്യാസം അതേ രീതിയിൽ നിർത്തുകയും കൂടുതൽ സൈനിക വിന്യാസം അല്ലെങ്കിൽ ബലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ പലതവണ, അതായത് കഴിഞ്ഞ 2024 മാത്രം 88 തവണയാണ് വെടിനിർത്തൽ കരാർ ലംഘിച്ചത്. 2003 വെടിനിർത്തൽ കരാർ ലംഘിച്ചത്. 2025 ഈ വർഷം ഇതുവരെ ഏതാണ്ട് 147 തവണ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. സ്വാഭാവികമായും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും അത്തരം ചതികൾ അല്ലെങ്കിൽ ധാർമ്മികതയില്ലാത്ത പ്രവർത്തനം രാഷ്ട്രം പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവിധ മുന്നൊരുക്കങ്ങളും തയ്യാറാക്കി ഭാരതം കാത്തിരിക്കുകയാണ്. അതേസമയം തന്നെ ഇത്തരത്തിൽ ഭീകരവാദികളുടെ ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം അത്തരത്തിലൊരു ഭീകരവാദ ആക്രമണം ഈ ഫയറിങ്ങിൻ്റെ മറവിൽ നടത്തുവാൻ വേണ്ടിയുള്ള ശ്രമമുണ്ടായി. എന്നാൽ ഭാരതത്തിൻ്റെ സേന തക്ക സമയത്ത് ഇടപെട്ടുകൊണ്ട് അത് ഇല്ലാതാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരത്തിൽ ഭീകരവാദികളുടെ സാന്നിധ്യം ഈ മണ്ണിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പെഹൽഗാമിലെ ബൈസൺ വാലിയിൽ 26 പേർ
പേരുടെ മരണത്തിനിടയാക്കിയ ആ ഭീകരവാദികളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ രാത്രിയിലും അത്തരത്തിൽ നർഗാട്ടയിൽ അത്തരത്തിലൊരു ഭീകരവാദ ആക്രമണ ശ്രമമുണ്ടായി. ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഇപ്പോഴും ഭീകരവാദികളുടെ സാന്നിധ്യം ജമ്മു കാശ്മീരിൻ്റെ മണ്ണിലുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന സ്ലീപ്പർ സെല്ലുകൾ ഇപ്പോൾ നിലനിൽക്കുന്ന ഭാരതവും അതേപോലെ തന്നെ പാകിസ്ഥാനുമായി നിലനിൽക്കുന്ന ഈ ഒരു സമ്മർദ്ദങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ അവിടുത്തെ സ്ലീപ്പർ സെൽ കൂടുതൽ ആക്റ്റീവായി എന്നുള്ളതാണ് രഹസ്യാന്വേഷണ വിഭാഗവും മിലിറ്ററി ഇൻ്റലിജൻസും ഒക്കെ തന്നെ വ്യക്തമാക്കുന്നത്. അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ മേഖലകളിലേക്ക് അവർ വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യം, അതായത് തക്കം കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്രമാത്രം സുരക്ഷ ഈ മേഖലയിൽ ഒരുക്കുന്നതിനാലും കൃത്യമായ ഇത്തരം ഓപ്പറേഷനുകൾ രഹസ്യമായി തന്നെ ഭാരതത്തിൻ്റെ സൈനിക വിഭാഗങ്ങളും അതേപോലെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളും നടത്തുന്നതിനാലുമാണ് ഇപ്പോൾ കാര്യമായ രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് ഇത്തരം ഭീകരവാദ സംഘടനകൾ മുദ്രാത്തത്. അതേസമയം നമുക്കറിയാം അൽ-ഖ്വയ്ദ അടക്കം ഇതിനോടകം തന്നെ ഭാരതത്തിന് ഭീഷണി ഉയർത്തിക്കൊണ്ട് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അതായത് ലോകത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും പാകിസ്ഥാനോടൊപ്പം ചേർന്ന് ഭാരതത്തിനെതിരെ യുദ്ധം ചെയ്യണമെന്നുള്ള ആഹ്വാനം അൽ-ഖ്വയ്ദയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇങ്ങനെ അൽ-ഖ്വയ്ദയും ഹിസ്ബുൾ മുജാഹിദും അതേപോലെ തന്നെ ലഷ്കർ ഇ തോയ്ബയും അടക്കമുള്ള ഭീകരവാദ സംഘടനകളുടെ ഒരു സാന്നിധ്യം ഇപ്പോഴും ഇവിടെ, അല്ലെങ്കിൽ അത്തരം അവരുടെ സ്ലീപ്പർ സെല്ലുകളുടെ ഒരു സാന്നിധ്യം ജമ്മു കാശ്മീരിൻ്റെ മണ്ണിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് തന്ത്രപ്രധാനമായ മുഴുവൻ സ്ഥലങ്ങളിലും എയർപോർട്ടുകളിലും ഒക്കെ തന്നെ സുരക്ഷ കർശനമാക്കിയിരിക്കുന്നത്. അമൃത്സർ എയർപോർട്ടിൽ പ്രത്യേക സുരക്ഷയാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ അതുമായി ബന്ധപ്പെട്ട് അമൃത്സർ എയർപോർട്ട് ACP കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരമൊരു അടിയന്തര സാഹചര്യം നിലനിൽക്കുന്നതിനാൽ തന്നെ സുരക്ഷ ഇപ്പോൾ കുറയ്ക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ACP വ്യക്തമാക്കിയിരിക്കുന്നത്. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ രാജ്യത്തെ മുഴുവൻ വിമാനത്താവളങ്ങളിലും അതികർശനമായ സുരക്ഷയാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. അതേപോലെ തന്നെ തന്ത്രപ്രധാനമായ മറ്റ് സ്ഥലങ്ങൾ, നമ്മുടെ പവർ ഗ്രിഡുകൾ, അതേപോലെ തന്നെ ഡാമുകൾ, ഒപ്പം തന്നെ മറ്റ് തന്ത്രപ്രധാന സ്ഥലങ്ങളിലും സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ്. രോഹൻ. ശരി നന്ദൻ, അതോടൊപ്പം ഈ കനത്ത ജാഗ്രത തുടരുന്നതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ 3 സേനാ മേധാവികളുമായുള്ള കൂടിക്കാഴ്ച നടക്കുന്നതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിപ്പോഴും ആ കൂടിക്കാഴ്ച പുരോഗമിക്കുന്നതായി തന്നെയാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? വളരെ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാകുമല്ലോ ഈ ദിവസം ഉണ്ടാകുക. രോഹിണി, രാവിലെ മുതൽ തന്നെ അത്തരം കൂടിക്കാഴ്ചകൾ പ്രധാനമന്ത്രിയുടെയും അതേപോലെ തന്നെ പ്രതിരോധ മന്ത്രിയുടെയും ഒക്കെ തന്നെ വസതികൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ ഈ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫുമായും അതേപോലെ തന്നെ NSAയുമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായൊക്കെ തന്നെ കൂടിക്കാഴ്ചകളും ഫോൺ സംഭാഷണവും ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. എന്താണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ വെടിനിർത്തലിന് ശേഷം ഉണ്ടായിരിക്കുന്ന സ്ഥിതി എന്നുള്ളത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി കൃത്യമായി തന്നെ അതിനുശേഷം ഇന്നലെ രാത്രി തന്നെ അത്തരം ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരുന്നു. ഇന്നിപ്പോൾ 3 സൈനിക മേധാവിമാരും പ്രധാനമന്ത്രി കണ്ടു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതേപോലെ തന്നെ പ്രതിരോധ മന്ത്രിയും 3 സൈനിക മേധാവിമാരും കണ്ട്, അതേപോലെ തന്നെ NSA ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും അതേപോലെ തന്നെ അനിൽ ചൗഹാൻ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫും അടക്കമുള്ളവർ പ്രധാനമന്ത്രിയെ കണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തി. നേരത്തെ തന്നെ ഭാരതത്തിൻ്റെ നിലപാട് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയതാണ്. അതായത് ഭാരതത്തിന് നേരെ നടക്കുന്ന ഏത് ഭീകരവാദ ശ്രമങ്ങളെയും ഇനിയും യുദ്ധസമാനമായി കാണുമെന്നുള്ള ഭാരതത്തിൻ്റെ ഉറച്ച നിലപാട് അത് ലോക രാഷ്ട്രങ്ങൾക്ക് മുന്നിലേക്കും പാകിസ്ഥാനും കൃത്യമായി താക്കീത് രൂപേണ ഭാരതം കഴിഞ്ഞ ദിവസം തന്നെ നൽകിയിട്ടുണ്ട്. ഇന്നെന്തായാലും പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ വാർത്താ സമ്മേളനം ഉണ്ടാകും. ആ വാർത്താ സമ്മേളനത്തിലായിരിക്കും എന്തായിരിക്കും അടുത്ത ഭാരതത്തിൻ്റെ നിലപാട്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം രാത്രികളിൽ പാകിസ്ഥാൻ നമുക്ക് നേരെ നടത്തിയ ആക്രമണ ശ്രമങ്ങളെയും അല്ലെങ്കിൽ ഈ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷം നടത്തിയ ആക്രമണ ശ്രമങ്ങളെയൊക്കെ തന്നെ തമ്മിൽ വിശദീകരിക്കുന്നതിനൊപ്പം തന്നെ ഭാരതത്തിനെതിരെ നിരവധി ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർത്തുവാൻ വേണ്ടി പാകിസ്ഥാൻ ഭരണകൂടവും അതേപോലെ തന്നെ ഒരു വിഭാഗം മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ തന്നെ അത്തരം വ്യാജ പ്രചരണങ്ങൾ വളരെ ധാരാളമായി നടക്കുന്നു. കഴിഞ്ഞ 3 ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിലും പ്രതിരോധ മന്ത്രാലയം അതുതന്നെയായിരുന്നു തുറന്നു കാട്ടിയിരുന്നത്. നമ്മുടെ റാഫേൽ വിമാനമടക്കം വെടിവെച്ചിട്ടു എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ഔദ്യോഗികമായി അവിടുത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ നടത്തുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഇത്തരം വ്യാജ പ്രചരണങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ ചിത്രങ്ങൾ, അതായത് നമ്മുടെ വ്യോമതാവളങ്ങൾ 4 വ്യോമതാവളങ്ങൾ പൂർണ്ണമായും നശിപ്പിച്ചു എന്ന തരത്തിലുള്ള പ്രചരണങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. എന്നാൽ ചിത്രങ്ങൾ സഹിതം ആ വ്യോമതാവളങ്ങളുടെ ചിത്രങ്ങൾ സഹിതം വെച്ചുകൊണ്ടായിരുന്നു ഇന്നലെ പ്രതിരോധ മന്ത്രാലയം വാർത്താ സമ്മേളനം നടത്തി കൃത്യമായി ലോകരാജ്യങ്ങളെ, അതായത് ഭാരതത്തിന് കാര്യമായ കേടുപാടുകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. മറിച്ച് പാകിസ്ഥാൻ്റെ ഏതാണ്ട് 60% ഇത്തരം എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾക്ക് കേടുപാട് വരുത്തുവാൻ വേണ്ടി ഭാരതത്തിന് സാധിച്ചു എന്നുള്ളതാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളും മറ്റും റിപ്പോർട്ട് ചെയ്യുന്നത്. വലിയ രീതിയിലുള്ള നാശനഷ്ടം അവിടെ പാകിസ്ഥാന് വരുത്തിവെക്കുവാൻ വേണ്ടി ഭാരതത്തിൻ്റെ സൈനിക വിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് വ്യോമസേനയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതേസമയം തന്നെ നമ്മൾ ചിത്രങ്ങൾ സഹിതം വെച്ചുകൊണ്ട് ലോകത്തിന് മുന്നിലേക്ക് ഈ പാകിസ്ഥാൻ്റെ വ്യാജ പ്രചരണങ്ങൾ തെളിയിച്ചു നൽകുകയാണ്. ഇതിനെല്ലാം ഉപരി
പാകിസ്ഥാൻ നേരത്തെ ഇന്നലെ വളരെ പ്രധാനമായിട്ടുള്ള കഴിഞ്ഞ 2 ദിവസങ്ങളിലും ഭാരതം ഉയർത്തിയ അല്ലെങ്കിൽ ഭാരതം ലോകത്തിന് മുന്നിൽ ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അതായത് സിവിലിയൻ എയർക്രാഫ്റ്റുകളെ മറയാക്കുന്നു എന്ന് പാകിസ്ഥാനുള്ളത്. കഴിഞ്ഞ് ഈ നമ്മുടെ 4 വ്യോമതാവളങ്ങളുടെ ചില ഇൻസ്ട്രുമെൻസുകൾക്കെങ്കിലും കേടുപാട് സംഭവിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായത് ഇത്തരം ഈ സിവിലിയൻ എയർക്രാഫ്റ്റുകളെ പ്രതിരോധമാക്കിക്കൊണ്ട് നടത്തിയ ആക്രമണങ്ങളായിരുന്നു. അവിടെ ശക്തമായ ഒരുപക്ഷെ ഭാരതം പ്രതിരോധം തീർത്തിരുന്നെങ്കിൽ, തിരിച്ചടിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ സിവിലിയൻ എയർക്രാഫ്റ്റുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും വലിയ ജീവഹാനിയൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പക്വതയോടുകൂടി ഈ വിഷയത്തിൽ ഭാരതത്തിൻ്റെ വ്യോമസേനയും വ്യോമ പ്രതിരോധ മറ്റ് സംവിധാനങ്ങളുമൊക്കെ തന്നെ ഉപയോഗിച്ചതിനാലാണ് ഇത്തരത്തിൽ നമ്മുടെ ഭാരതത്തിലേക്ക് ചെറിയ രീതിയിലെങ്കിലുമുള്ള ഒരു ആക്രമണം നടത്തുവാൻ വേണ്ടി പാകിസ്ഥാന് സാധിച്ചത് എന്നുള്ള യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഏതായാലും ഇപ്പോഴും ഇത്തരത്തിൽ അന്താരാഷ്ട്ര വ്യോമപാത പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്യുകയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഭാരതത്തിൻ്റെ അന്താരാഷ്ട്ര വ്യോമപാത സിവിലിയൻ എയർക്രാഫ്റ്റുകൾക്ക് വേണ്ടി അടച്ചിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം ഔദ്യോഗികമായി നേരത്തെ തന്നെ നൽകുകയും അത്തരം എയർക്രാഫ്റ്റുകൾക്ക് ഇവിടേക്ക് പ്രവേശനം അനുവദിക്കാതിരിക്കുകയുമാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ പാകിസ്ഥാൻ ചെയ്യുന്നത് അങ്ങനെയല്ല. സൗദി അറേബ്യയിൽ നിന്നുമുള്ള വിമാനങ്ങളടക്കം ഈ അന്താരാഷ്ട്ര പാതയിലൂടെ കടത്തിവിട്ടുകൊണ്ട് അതിൻ്റെ മറവിൽ ഭാരതത്തെ ആക്രമിക്കുവാനുള്ള ശ്രമങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. ഇന്നും സമാനമായ രീതിയിൽ സിവിലിയൻ എയർക്രാഫ്റ്റ് അവിടേക്ക് പ്രവേശിച്ചു എന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭ്യമാകുന്നത്. ഏതായാലും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും നിലവിൽ അത്തരം മറ്റ് നേരിട്ടുള്ള പ്രകോപനങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിലും ഇത്തരം ഭീകരവാദ ശക്തികൾക്ക് സ്വാഭാവികമായും പിന്തുണ നൽകുന്നത് പാകിസ്ഥാൻ ഭരണകൂടമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഭാരതത്തിൽ ഇപ്പോൾ വീണ്ടും ഈ കഴിഞ്ഞ രാത്രിയിൽ നടത്തിയ ഇത്തരം ഭീകരവാദ ആക്രമണ ശ്രമങ്ങളെ ഭാരതം കൃത്യമായി തന്നെ അതിനെ അവലംബിച്ചുകൊണ്ട് കർശനമായ ഭാഷയിൽ തിരിച്ചടി നൽകുവാൻ തന്നെയായിരിക്കും ഭാരതത്തിൻ്റെ തീരുമാനം. നന്ദൻ, രാജ്യത്താകമാനം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ തീർത്ഥാടന കേന്ദ്രങ്ങൾ സംബന്ധിച്ചിപ്പോൾ നിലവിൽ ഏത് രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്? ചാർധാം തീർത്ഥാടനം നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കനത്ത സുരക്ഷയിൽ, അതോടൊപ്പം മറ്റ് പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് നമുക്കറിയാം ഗുരുദ്വാരയിൽ ഉള്ള സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിയുന്നു. മുംബൈയിലെ സിദ്ധിവിനായക ക്ഷേത്രത്തിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നറിയുന്നു. അതുകൊണ്ട് ഈ തീർത്ഥാടന കേന്ദ്രങ്ങൾ സംബന്ധിച്ചുള്ള ജാഗ്രത ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? രോഹിണി, രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ റിപ്പോർട്ട് പരിഗണിച്ചാണ് രാജ്യത്തെ തന്ത്രപ്രധാനമായ മുഴുവൻ മേഖലകളിലും ഇപ്പോൾ ഭാരതം സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ക്ഷേത്രങ്ങൾ, ആരാധനാലയങ്ങൾ ലക്ഷ്യമിടുന്നു ഇത്തരം ഭീകരർ എന്നുള്ളത് ഈ രഹസ്യാന്വേഷണ വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൻ്റെ സൂചനകളാണ് അതായത് രാജ്യത്ത് വർഗീയ സംഘർഷങ്ങൾ കൂടി ഉണ്ടാക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അതിന് വെടിമരുന്നാകുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇത്തരം ഭീകരവാദികൾ നടത്തുന്നുണ്ട്. അത് ആരാധനാലയങ്ങൾ തകർത്തുകൊണ്ട് അത്തരം നീക്കങ്ങൾ നടത്തുവാനുള്ള ശ്രമങ്ങളാണ് രാജ്യത്ത് നടക്കുന്നത് എന്നുള്ളത് പ്രധാനമായും രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഷെല്ലാക്രമണം തന്നെ നടത്തിയപ്പോൾ അത് സാധാരണക്കാരായ വീടുകൾക്ക് നേരെ മാത്രമായിരുന്നില്ല, ഇത്തരം ആരാധനാലയങ്ങൾ കൂടി അവർ കേന്ദ്രീകരിച്ചിരുന്നു. ജമ്മുവിലുള്ള ശംഭു ക്ഷേത്രം തകർക്കുക സാഹചര്യം ഉണ്ടായി. അതേപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളികൾ തകർക്കുകയുണ്ടായി. കന്യാസ്ത്രീ മഠത്തിലേക്ക് പോലും ഷെല്ലാക്രമണം നടത്തുന്ന സാഹചര്യം ഉണ്ടായി. ഈ പെഹൽഗാം ഭീകരാക്രമണത്തിലൂടെ തന്നെ അവർ ഉദ്ദേശിച്ചിരുന്നത് രാജ്യത്ത് വലിയ രീതിയിലുള്ള വർഗീയ സംഘർഷം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കലീമ ചൊല്ലുവാൻ ആവശ്യപ്പെട്ടതും അതേപോലെ തന്നെ മുസ്ലിങ്ങൾ അല്ലാത്തവരെ, ഹിന്ദുക്കളെ മാത്രം തെരഞ്ഞു പിടിച്ച് ആക്രമിച്ച് കൊലപ്പെടുത്തുവാൻ വേണ്ടിയുള്ള കാരണവും അതുതന്നെയായിരുന്നു. അതായത് വർഗീയ ലഹള രാജ്യത്തുണ്ടാക്കണം എന്നുള്ളത് തന്നെയാണ് അവർ ചിന്തിച്ചു കൂട്ടിയത്. പ്രധാനമായും ഈ വർഗീയ ലഹള ഇതും ഈ പെഹൽഗാം ആക്രമണത്തിന് ശേഷം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി അവിടെ ഹിന്ദു മുസ്ലിം സമൂഹങ്ങൾ തമ്മിലടിക്കും. അതേപോലെ തന്നെ രാജ്യത്തെ വിവിധ ക്ഷേത്രങ്ങളും പള്ളികളും ഇതിൻ്റെ മറവിൽ തകർക്കാമെന്നുള്ളതൊക്കെ ആയിരുന്നു ഇവരുടെ പദ്ധതികൾ എന്നുള്ളതാണ് രഹസ്യാന്വേഷണ വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരം പദ്ധതികൾ എന്നാൽ ഈ രാജ്യത്ത് വിലപ്പോയില്ല. എന്നാൽ വീണ്ടും അത്തരം ശ്രമങ്ങൾ ഈ ഭീകരവാദികൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ അടക്കം വീണ്ടും സജീവമായി ഭാരതത്തിനെതിരെ വിശുദ്ധ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗുരുദ്വാരകൾ, അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ, പള്ളികൾ, ഒപ്പം തന്നെ എയർപോർട്ടുകൾ, നമ്മുടെ പവർ ഗ്രിഡുകൾ, അതേപോലെ തന്നെ ഡാമുകൾ, അങ്ങനെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ, ആയുധ നിർമ്മാണശാലകളടക്കം നമ്മുടെ മറ്റ് പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ മുഴുവൻ മേഖലകൾക്കും സുരക്ഷ വർദ്ധിപ്പിച്ചതിനൊപ്പം നഗരങ്ങളിലും സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സാധാരണക്കാരെ കൂടി ഇത്തരം ആക്രമികൾ ലക്ഷ്യം വെക്കും. അതുകൊണ്ട് തന്നെ നഗരങ്ങളിലൊക്കെ തന്നെ വലിയ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങൾക്കും കൃത്യമായ സുരക്ഷാ അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഈ ബോർഡറുള്ള, അതായത് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിലുള്ള ചീഫ് സെക്രട്ടറിമാരുമായി ഇതിനോടകം തന്നെ ഭാരതത്തിൻ്റെ ഹോം സെക്രട്ടറി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. എന്താണ് അവിടുത്തെ സ്ഥിതിഗതികൾ എന്നുള്ള വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സുരക്ഷാ ക്രമീകരണങ്ങൾ അത് സാധാരണയുള്ളതിൽ കൂടുതൽ ഇപ്പോൾ വരും ദിവസങ്ങളിലും ഇനി വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ്
എന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. കാര്യം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും ഔദ്യോഗികമായി ഇത്തരമൊരു വെടിനിർത്തൽ ഉണ്ടായാൽ തന്നെയും അല്ലെങ്കിൽ ഔദ്യോഗികമായി പാകിസ്ഥാൻ മുട്ടുമടക്കിയാലും ഇത്തരം ഭീകരാക്രമണങ്ങളിൽ നിന്നും അവർ പിന്നോട്ട് പോകാനുള്ള സാധ്യതകളില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അതേസമയം ഭാരതത്തിൻ്റെ നിലപാട് കഴിഞ്ഞ ദിവസം തന്നെ യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണ്. ഇനിയുള്ള ഭീകരാക്രമണങ്ങളെ അത് യുദ്ധസമാനമായി തന്നെ കണ്ടുകൊണ്ട് തിരിച്ചടി നൽകുമെന്നുള്ളത് തന്നെയാണ് ഭാരതം ഉദ്ദേശിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അത്തരം തിരിച്ചടികൾ പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത്തരം സ്ലീപ്പർ സെല്ലുകൾ ആക്റ്റീവായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും അതേപോലെ തന്നെ ഇത്തരം തീവ്രവാദ സംഘടനകൾ വളരെ കാര്യമായി ആക്റ്റീവായി എന്നുള്ളതാണ് രഹസ്യാന്വേഷണ വിഭാഗം വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുംബൈയിലെ സിദ്ധിവിനായക ക്ഷേത്രത്തിലും അതേപോലെ തന്നെ അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളിലും അമൃത്സർ എയർപോർട്ടിനുള്ളിലെ ഗുരുദ്വാരയിലേക്ക് അവിടേക്ക് ഇപ്പോൾ യാത്രക്കാർക്കുള്ള പ്രവേശനം താൽക്കാലികമായി നിരോധിച്ചിരിക്കുകയാണ്. ഇങ്ങനെ രാജ്യത്തെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ആരാധനാലയങ്ങൾ സുരക്ഷ കർശനമാക്കിയിരിക്കുന്നത്. അതിപ്പോൾ കേരളത്തിലെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണെങ്കിൽ കൂടിയും ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ സുരക്ഷ കുറച്ചുകൂടി കർശനമാക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാരിന് നേരത്തെ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. അതേപോലെ തന്നെ തമിഴ്നാട്ടിലെ പളനി അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. കർണാടകത്തിൽ ഇതിനോടകം തന്നെ പലതവണ മോക്ക് ഡ്രില്ലുകൾ നടത്തി. അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശിലും ഇതിൻ്റെ ഈ ഒരു പ്രശ്നങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ മാവോയിസ്റ്റുകളുടെ കൂടി ഒരു ഇടപെടലുണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതൽ കണക്ക് കൂട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് മാവോയിസ്റ്റ് വേട്ട രാജ്യത്ത് വളരെ കർശനമായി നടക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇന്ത്യ പാക് തർക്കത്തിൻ്റെ അല്ലെങ്കിൽ രൂക്ഷമായ കലുഷിതമായ ഈ ഒരു അന്തരീക്ഷത്തിൻ്റെ മറവിൽ മാവോയിസ്റ്റുകൾ കൂടി ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുവാൻ വേണ്ടിയുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് രഹസ്യാന്വേഷണ വിഭാഗം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം മേഖലകളിൽ ആന്ധ്രയും ഒഡീഷയും ഛത്തീസ്ഗഡ് അടക്കമുള്ള മേഖലകളിലും കർശനമായ സുരക്ഷയാണ്. ഇതിനൊക്കെ ഒപ്പം തന്നെ ബംഗ്ലാദേശും ഇപ്പോൾ ഭാരതവുമായി നിൽക്കുന്ന ഒരു തൽസ്ഥിതി അത് അത്ര നല്ല അവസ്ഥ അല്ലാത്തതിനാൽ തന്നെ ഈ മേഖലകളിലും അതായത് നമ്മുടെ ആർമിക്ക് കീഴിലുള്ള വെസ്റ്റേൺ കമാൻഡ് കൽക്കട്ട ആസ്ഥാനമായിട്ടുള്ള വെസ്റ്റേൺ കമാൻഡ് വളരെ കൂടുതലായിട്ട് ഇപ്പോൾ ഈ പടിഞ്ഞാറൻ പ്രദേശം കൂടുതലായി ഇപ്പോൾ അവിടേക്കും കൂടി സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ച് അതിർത്തി പങ്കിടുന്ന ഉത്തർപ്രദേശും ഉത്തരാഖണ്ഡും അതേപോലെ തന്നെ പശ്ചിമ ബംഗാളും സിക്കിമും ആസാമും അടക്കമുള്ള സംസ്ഥാനങ്ങൾ അവിടുത്തെ ഭരണ നേതൃത്വം അവിടുത്തെ പോലീസിനോട് കൂടുതൽ ജാഗരൂകരാകിയിരിക്കുവാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ഈസ്റ്റേൺ കമാൻഡിൽ നിന്നും കൂടുതൽ സൈനിക വിന്യാസവും ഈ മേഖലയിലേക്ക് നടത്തിയിട്ടുണ്ട്. ITBP അടക്കമുള്ള പാരാമിലിറ്ററി ഫോഴ്സിൻ്റെയും BSFിൻ്റെയും സാന്നിധ്യം ഈ മേഖലകളെ കൂടുതൽ വർദ്ധിപ്പിച്ചു. അങ്ങനെ രാജ്യത്തുടനീളം അങ്ങനെ ഒരു കർശന സുരക്ഷയിലൂടെയാണ് കടന്നു പോകുന്നത്. ഡൽഹിയിലും സമാനമായ രീതിയിൽ ഡൽഹിയിൽ തന്ത്രപ്രധാനമായ മുഴുവൻ സ്ഥലങ്ങളിലും സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. NSGയുടെ സാന്നിധ്യം ഈ റോഡുകളിലായിരുന്നാലും ഒക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇത്തരം മന്ത്രാലയങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു. അതേപോലെ തന്നെ വലിയ നിയന്ത്രണങ്ങളുണ്ട് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഡൽഹിയിലൊക്കെ. മന്ത്രാലയത്തിലേക്ക് സാധാരണക്കാർക്ക് ഇപ്പോൾ പ്രവേശനം അനുവദിക്കാത്ത ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അനുവദിക്കുന്നില്ല. അതേപോലെ തന്നെ പാർലമെൻറ്റിലേക്കുള്ള പ്രവേശനം അത് ക്രമപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ വലിയ നിയന്ത്രണങ്ങളാണ് ഡൽഹിയിലടക്കം രാജ്യത്തുടനീളമുള്ളത്. പ്രത്യേകിച്ച് ഈ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ഈ റിപ്പോർട്ട് ആണ് പ്രധാനമായും നമ്മൾ വിലയിരുത്തിക്കൊണ്ട് ഓരോ സംസ്ഥാനങ്ങളോടും ഇതിനോടകം തന്നെ ആഭ്യന്തര മന്ത്രാലയം വിവിധ സംസ്ഥാനങ്ങളിലെ DGPമാരും ചീഫ് സെക്രട്ടറിമാരുമായി കൂടിക്കാഴ്ച നടത്തി സുരക്ഷ കർശനമാക്കുന്നതിനുള്ള നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിരുന്നു. നന്ദൻ, അതോടൊപ്പം നമുക്കറിയാം കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു എന്നുള്ള അറിയിപ്പിന് 3 മണിക്കൂറിന് ശേഷമാണ് പാക് പ്രകോപനം അതിർത്തി മേഖലകളിലാകെ ഉണ്ടാകുന്നത്. നമ്മുടെ ഭാരതത്തിൻ്റെ എക്കാലത്തെയും നിലപാട് എന്തായിരുന്നു എന്നുള്ളത് ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ ഭാരതം ആദ്യം മുതൽക്കേ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ അത് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഭീകരവാദത്തിനെതിരായ പോരാട്ടം. അതുകൊണ്ടാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷവും കൃത്യമായി ഭീകരത്താവളങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഭാരതം തിരിച്ചടി നൽകിയത്. അതിനുശേഷം പ്രകോപനം ഏതു രീതിയിലായിരുന്നു എന്നുള്ളത് കണ്ടതാണ്. സാധാരണക്കാർക്കുമേൽ ഡ്രോൺ ആക്രമണവും ഷെല്ലാക്രമണവും നടത്തുന്ന പാകിസ്ഥാനെയാണ് കണ്ടത്. കനത്ത തിരിച്ചടി ഭാരതം നൽകുകയുമുണ്ടായി. ഓരോ പ്രാവശ്യവും അതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ പാകിസ്ഥാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എത്രത്തോളം വ്യാപ്തിയിൽ പാകിസ്ഥാൻ പ്രകോപനം ഉണ്ടാക്കുമോ അതിൻ്റെ തിരിച്ചടി ഭാരതം കനത്ത രീതിയിൽ തന്നെയാണ് നൽകിക്കൊണ്ടിരുന്നത്. ഒടുവിൽ മറ്റ് അന്താരാഷ്ട്ര രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ടാണ്, പ്രത്യേകിച്ച് അമേരിക്കയും സൗദിയും ഒക്കെ ഇടപെട്ടാണ് ഒരു വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയത്. പക്ഷേ വീണ്ടും പാക് പ്രകോപനം തുടർന്നതും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഭാരതത്തിൻ്റെ നിലപാട് ലോകരാഷ്ട്രങ്ങൾക്കുമേൽ പാകിസ്ഥാൻ എന്താണ് എന്ന് തുറന്നു കാട്ടുന്നതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുമോ? കാരണം UN-ലടക്കം നമ്മൾ പാകിസ്ഥാനെ ഒരു തെമ്മാടി രാഷ്ട്രം എന്ന് തന്നെയാണ് വിശേഷിപ്പിച്ചത്. അവരുടെ നിലപാടും രീതിയുമൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമായതുമാണ്. അതുകൊണ്ട് ഭാരതത്തിന് മേൽക്കോയ്മയുണ്ട് ഈ കാര്യത്തിൽ. പാകിസ്ഥാൻ എന്താണ് യഥാർത്ഥത്തിൽ എന്നുള്ളത് നമുക്ക് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ പറ്റിയ ഒരു അവസരം കൂടിയല്ലേ ഇനിയുള്ള ദിവസങ്ങൾ.
രോഹിണി, ആഗോളതലത്തിൽ ഇസ്ലാമിക ഭീകരവാദം ഓരോ രാജ്യങ്ങളെയും എങ്ങനെ ബാധിച്ചു എന്നുള്ളത് അത് വികസിത രാജ്യങ്ങൾ പോലും അതിൻ്റെ ഈ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അമേരിക്കയാണേലും അതേപോലെ തന്നെ റഷ്യ ആണേലും ഒക്കെ തന്നെ, ഇപ്പോൾ കാനഡയാണേലും UK ആണേലും ഒക്കെ തന്നെ ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ മറ്റൊരു തലം ഇപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ തന്നെ അനുഭവിച്ചു വരുന്നൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇങ്ങനെ ആഗോളതലത്തിൽ ഇസ്ലാമിക ഭീകരവാദം വർദ്ധിച്ചു വരുന്നത് അത് ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്ക് പോലും ഭീഷണിയാണ് എന്നുള്ളത് അവർ തിരിച്ചറിയുന്നുണ്ട്. സൗദി അറേബ്യ ഖത്തറാണേലും ഒക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് ആഗോളതലത്തിൽ ഇത്തരം ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ ഭാരതം നടത്തുന്ന പോരാട്ടത്തിൽ അണിചേരുവാൻ വേണ്ടി ഈ രാഷ്ട്രങ്ങളും തീർന്നു എന്നുള്ളതാണ്. ഒരു കാലഘട്ടത്തിൽ ഖത്തറായിരുന്നു വലിയ രീതിയിൽ ലോകത്തെ ഇത്തരം ഇസ്ലാമിക തീവ്രവാദങ്ങൾക്ക് ഫണ്ടിങ് നൽകിയിരുന്നതെങ്കിൽ ഇപ്പോൾ ഖത്തർ എന്താണ് യാഥാർത്ഥിക സ്ഥിതി എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടു തുടങ്ങിയ അവസ്ഥയാണ്. അതേപോലെ തന്നെ സൗദി അറേബ്യ ആണേലും ബഹ്റിനിലാണേലും ഇത്തരം ഇസ്ലാമിക രാഷ്ട്രങ്ങളൊക്കെ ഭാരതത്തോടൊപ്പം തന്നെ ചേർന്ന് നിന്നുകൊണ്ട് ഇത്തരം ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം നിലനിൽക്കുന്നു. മാത്രമല്ല ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ലോകരാജ്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ തിക്താനുഭവങ്ങൾ അവർ നുകർന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ബോധ്യമുള്ള കാര്യമാണ് എന്താണ് ഇസ്ലാമിക ഭീകരവാദം എന്നുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഭാരതമാണ് മുന്നിട്ട് നിന്നുകൊണ്ട് ഇതിനെ ചെറുക്കുവാൻ ഈ ലോകരാജ്യങ്ങളിൽ നിന്നുമൊക്കെ തന്നെ വേരോടെ ഇത്തരം ഭീകരവാദത്തെ പിഴുതെറിയുവാൻ വേണ്ടി ഭാരതമാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഭാരതത്തോടൊപ്പം ലോകരാഷ്ട്രങ്ങളാകെ അണിനിരക്കുന്നുണ്ട്. അപ്പോഴും ഇത്തരം ഭാരതത്തിനെതിരെ വരുന്ന ഇത്തരം ഭീഷണികൾ അത് കൃത്യമായി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാൻ എന്താണ് ഭാരതത്തിൽ ഉദ്ദേശിക്കുന്നത്, എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യം കൃത്യമായി ബോധ്യപ്പെടുത്തുവാൻ UN-ലടക്കം ഭാരതത്തിന് സാധിച്ചു. ലോകരാഷ്ട്രങ്ങൾക്ക് അത് ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ ഒരു സന്ദർഭത്തിൽ അമേരിക്കയടക്കം ഭാരതത്തിന് പിന്തുണയുമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇത്തരം ഭീഷണികളെ നേരിടുവാൻ വേണ്ടി അമേരിക്ക ഭാരതത്തോടൊപ്പം നിൽക്കുമെന്നുള്ള പ്രസ്താവനകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഈ ഭാരത സന്ദർശനം നടത്തിയ അവസ്ഥയിലായിരുന്നു പെഹൽഗാമിൽ അവിടെ ഭീകരാക്രമണം ഉണ്ടായത്. അപ്പോൾ യഥാർത്ഥ സ്ഥിതി എന്താണ് എന്നുള്ളത് അമേരിക്ക അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇത് കൂടുതൽ, അതായത് വരും ദിവസങ്ങളിലും പാകിസ്ഥാൻ നടത്തുന്ന ഇത്തരം ആക്രമണങ്ങൾ അത് പാകിസ്ഥാന് തന്നെ വിനയാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാര്യം അമേരിക്കയെ അടക്കം ഇടപെട്ടു എന്നോ അവരുടെ അവകാശവാദം നിലനിൽക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് ഇതിനോടകം തന്നെ കശ്മീർ വിഷയം പരിഹരിക്കാം എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ട്വീറ്റ് അടക്കമുണ്ടായി. അതായത് ഇത് അവരുടെ അവകാശവാദമാണ് പ്രധാനമായും അവർ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ളത്. ചൈനയും ഇപ്പോൾ സ്ഥിതിഗതികൾ കൃത്യമായി തന്നെ വിലയിരുത്തിക്കൊണ്ട് താക്കീത് നൽകുന്ന, അല്ലെങ്കിൽ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിലേക്ക് കടക്കരുത് എന്നുള്ള അത്തരം ചില നിർദ്ദേശങ്ങൾ ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഇങ്ങനെ ലോകരാഷ്ട്രങ്ങളാകെ ഈ ഇസ്ലാമിക ഭീകരവാദം അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെ ഇപ്പോൾ രംഗത്ത് നിൽക്കുന്ന അവസ്ഥയാണ്. എങ്കിൽ തന്നെയും നമുക്കറിയാം ചില രാജ്യങ്ങളെങ്കിലും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് IMF-ൽ കഴിഞ്ഞ ദിവസം അവർക്ക് പ്രത്യേക അധിക വായ്പ അനുവദിക്കാൻ, അല്ലെങ്കിൽ അതിലൂടെ സാധ്യമായത് ഇത്തരം ചില രാഷ്ട്രങ്ങൾ, തുർക്കി അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഇവരെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഏതായാലും അത്ര രാഷ്ട്രങ്ങൾ, ഇവരെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രങ്ങളും സ്വാഭാവികമായും ഇത്തരം ഇസ്ലാമിക ഭീകരവാദം അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് എന്ന് ലോകരാജ്യങ്ങൾ അതിനെ ഉറ്റുനോക്കുന്നുണ്ട്. തുർക്കി അടക്കമുള്ള, നമുക്കറിയാം തുർക്കിയിൽ ഭൂകമ്പം വന്നപ്പോൾ കേരള സർക്കാർ അവിടെ കൊടുത്ത ധനസഹായം എത്രയാണ് എന്നുള്ളത് മലയാളികൾക്കടക്കം വ്യക്തമാണ്. ഈ ധനസഹായം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം മിസൈലുകളും അതേപോലെ തന്നെ ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തെ തന്നെ ആക്രമിക്കുവാൻ പാകിസ്ഥാനോടൊപ്പം തുർക്കി നിൽക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയവും ഒക്കെ തന്നെ കൃത്യമായി തന്നെ വീക്ഷിച്ചുകൊണ്ട് ഓരോ രാജ്യങ്ങളോടും സ്വീകരിക്കേണ്ട സമീപനം എങ്ങനെ, അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ എങ്ങനെയാണ് അത് പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായ ബോധ്യം ഏതായാലും ഇപ്പോൾ ഭാരതം അത്തരം നീക്കങ്ങൾ ഭാരതം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാ മന്ത്രാലയങ്ങളും, അതായത് വിദേശകാര്യ മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും ഒക്കെ തന്നെ കേന്ദ്രീകരിച്ച് ഇത്തരം ചർച്ചകൾ കൂടുതലായി നടക്കുന്നു. ഒപ്പം തന്നെ പ്രധാനമന്ത്രി കാര്യങ്ങളൊക്കെ തന്നെ വീക്ഷിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.